ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചട്നിയാണ്. നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ചട്നി. തമിഴ്നാട്ടിലൊക്കെ ഈ ബിരിയാണിയുടെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു ചട്നിയാണിത്. വളരെ ഡെലീഷ്യസ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വഴുതനങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വഴുതനങ്ങ നല്ലോണം കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കഴുകണം. ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോണം. ഇനി നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനകത്തുള്ളി നമ്മൾ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 50 ഗ്രാം കപ്പലണ്ടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നുള്ളത് നമ്മുടെ എള്ളാണ്. ഇത് വെളുത്തെള്ളാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളുത്തെള്ളോ കറുത്തെള്ളോ എടുക്കാം. ഇത് ഒരു 50 ഗ്രാം നമ്മളിപ്പം എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഇത്രയും കൂടി നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനകത്തോട്ട് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് ഇത് അടിപൊളിയായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പില, 2 കതിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ഇത്രയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറേശ്ശായിട്ട്. വഴുതനങ്ങ ഈ എണ്ണയ്ക്കകത്ത് നല്ല ഉണക്ക് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ പച്ചമുളകാണ്, ഒരു 5 പച്ചമുളക് കീറിയതാണ്, ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ മുളക് പൊടി എടുത്തേക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഇളക്കണം. ഇപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ലോണം പെട്ടെന്ന് വഴണ്ട് വരും. ഈ സമയത്ത് നമുക്ക് അല്പം ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്, അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ ഒരു 10 മിനിറ്റ് നേരമായിട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുത്തേക്കാണ്. ഇത് നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ല ഉണക്കം വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്ത പുളിവെള്ളം ഒന്ന് അതിനകത്തിട്ട് കലക്കിയതാണ്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. ഇപ്പോൾ പുളിവെള്ളമൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് നമ്മുടെ വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള അരപ്പാണിത്. അരച്ച് വെച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റി ആയിട്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചട്നി ഏകദേശം സെറ്റായി വരികയാണ്. നല്ല കുറുകുറാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരല്പ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം നമ്മൾ ഭയങ്കര തിക്കായിട്ടില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് എണ്ണ ഇങ്ങനെ തെളിയും, അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതൊന്ന് നല്ല ഉണക്കം വേവട്ടെ. ഒരു 5 മിനിറ്റ് അത്രയും സമയം മതി, അടിപൊളിയായിട്ട് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് ചട്നി എണ്ണയൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട്.
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ കത്രിക്ക ചട്നി അടിപൊളിയാണ്. ഇത് നമ്മുടെ ബിരിയാണിയുടെയൊക്കെ കൂടെ കഴിക്കാനും ചപ്പാത്തി ദോശയുടെയൊക്കെ കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ്. തമിഴ്നാട്ടിലിത് ബിരിയാണിയുടെ കൂടെയാണ് കൂടുതലും എടുക്കുന്നത്. അപ്പോൾ നമുക്കിതങ്ങ് വാങ്ങിയേക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം.